കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി എന്ന വാർത്തയിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്കാണ്. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് രാവിലെ ഭീഷണി സന്ദേശം എത്തിയത്. AV ജയശങ്കർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജയശങ്കർ, നേരത്തെ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? ഏറ്റവും പുതിയത് എന്താണ്? അതായത് അനുജ, ഇതുമായി ബന്ധപ്പെട്ട കളക്ടറേറ്റിലെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. നിലവിൽ നടത്തിയ പരിശോധനകളിൽ കളക്ടറേറ്റിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്ന സാഹചര്യമുണ്ട്. കളക്ടറേറ്റിൽ നിന്ന് മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ പോലീസിൻ്റെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമേ ജീവനക്കാരെ ഉള്ളിൽ കയറ്റൂ എന്നാണ് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ പറയുന്നത്. ഒരു ആസിഫ ഗഫൂർ എന്ന് പറയുന്ന ഇമെയിൽ ഐഡിയിൽ നിന്നാണ്, ആളുടെ പേരിലുള്ള ഇമെയിൽ ഐഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം ഇന്ന് രാവിലെ പത്തനംതിട്ട കളക്ടർക്ക് ലഭിക്കുന്നത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് അത്തരം വിഷയങ്ങളിലുള്ള പ്രതിഷേധമാണ്. ഇറ്റലിയിലെ ചില സംഘടനകളാണ് ഇതിന് പിന്നിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മെയിൽ ഐഡിയിൽ പറയുന്നത്. വടിവത്ത ഇംഗ്ലീഷിൽ വളരെ കൃത്യമായ ആയിട്ടാണ് ഈ ഇമെയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് AI ആണോ, ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ഗൂഢാലോചനയുണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് എന്തായാലും പരിശോധിക്കുന്നുണ്ട്. ഇനി ഈ ഇമെയിലിൻ്റെ ഉറവിടം സംബന്ധിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ആസിഫ ഗഫൂർ എന്നൊരു പേര് മാത്രമാണ്, ഒരു പേരും ഒരു ഇമെയിൽ ഐഡിയും മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധനകളിലേക്ക് കൂടി പോലീസ് കടക്കുന്നത്. എന്തായാലും പത്തനംതിട്ട കളക്ടറേറ്റ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി വന്ന സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ബോംബില്ല എന്ന് ഉറപ്പിച്ച ശേഷം ജീവനക്കാരെ ഉൾപ്പെടെ തിരിച്ചു കയറ്റാനുള്ള ഒരു ആലോചനയാണുള്ളത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസുമായി നിലവിലൊരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് പോലീസിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി വന്ന ശേഷമായിരിക്കും ആളുകളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുക. എന്തായാലും വലിയ പരിശോധനയാണ്. ഈ ഒരു ഭീഷണി സന്ദേശം ജില്ലാ ഭരണകൂടത്തിന് കിട്ടിയതിന് പിന്നാലെ ഇത്തരത്തിൽ പോലീസ് ഉൾപ്പെടെ നടത്തിയത്. SP ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്തെത്തി സന്ദർശനം നടത്തുകയും ചെയ്യുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും ഈ പരിശോധന പൂർത്തിയായ ശേഷം പോലീസിൻ്റെ സ്ഥിരീകരണം വന്ന ശേഷമായിരിക്കും ജീവനക്കാരെ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുക. ആസിഫ ഗഫൂർ എന്ന് പറയുന്ന ഒരു ഇമെയിൽ ഐഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം വന്നിരിക്കുന്നത്. പത്തനംതിട്ട SH ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. നേരത്തെ SP ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്തായാലും വലിയൊരു പരിശോധന കളക്ടറേറ്റ് ഈ കോംപ്ലക്സ് പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഒരു ജില്ലയിലെ പ്രധാന സിവിൽ സ്റ്റേഷൻ കൂടിയാണ് ഇത്. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടാണ്. മറ്റ് സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ജീവനക്കാർ, ഒപ്പം തന്നെ ഈ വിവിധ ആവശ്യങ്ങൾക്കായി വന്ന ആളുകൾ ഉൾപ്പെടെ അങ്ങനെ വലിയൊരു ജനക്കൂട്ടമുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭീഷണി സന്ദേശം വ്യാജമാണോ, പ്രാഥമികമായി വ്യാജമെന്നൊരു വിലയിരുത്താൻ പറ്റില്ല. കൃത്യമായ പരിശോധനകൾ വേണം. ആ പരിശോധനകൾ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാവുക. എന്തായാലും ADM വീണ്ടും ചേരുന്നുണ്ട്. മാം, ഇതെന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു പരിശോധനയിൽ എന്തും കണ്ടെത്താനായിട്ടുണ്ടോ? ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പരിശോധന പുരോഗമിക്കുകയാണ്. പ്രാഥമികമായൊരു വ്യാജ സന്ദേശമാണെന്ന് തോന്നുന്നു. നമുക്ക് പറയാറായിട്ടില്ല. എന്തായാലും ADM പറയുന്നത് ഇതുവരെയുള്ള പരിശോധനയിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായിട്ടില്ല. പരിശോധനകൾ പുരോഗമിക്കുകയാണ്. പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ ഒരു കാര്യം പറയാനാവും. എന്തായാലും പരാതി വ്യാജമെന്ന് പറഞ്ഞ് തള്ളാൻ ജില്ലാ ഭരണകൂടം തയ്യാറല്ല. കൃത്യമായ പരിശോധന വേണം. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ കാര്യങ്ങൾ ഉണ്ടാകൂ. ജീവനക്കാരുൾപ്പെടെ ഇങ്ങോട്ട് വിപുലമായ പരിശോധനയാണ് പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ നടത്തുന്നത്. ഇന്ന് രാവിലെയാണ് കളക്ടറുടെ മെയിൽ ഐഡിയിലേക്കൊരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്.